എടോ രതീഷ, ഇവിടെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്റെ പൊന്നു മാഷെ, ഇങ്ങനൊന്നും പറയല്ലേ. എടോ, താൻ തന്റെ ഭാര്യയോട് നേരിട്ട് സംസാരിക്കേ. പുതിയ കൂട്ടുമൊക്കെ നിർത്തി കുടുംബം നോക്കിക്കോളാന്ന് പറ. അവളെ ബോധ്യപ്പെടുത്ത കാര്യം തീർന്നില്ലേ? നേരിട്ട് സംസാരിക്കാൻ പോയിട്ട് ആ പരിസരത്തെല്ലാം അവൾ എന്നെ സമ്മതിക്കുകയല്ല. എന്റെ നെൽവട്ടം കണ്ടാ മതി, അപ്പൊ അവള് പോലീസിനെ വിളിക്കും. മനസ്സമാനായിട്ടൊന്ന് ഉറങ്ങിട്ട് എത്ര ദിവസമായെന്നറിയാം മാഷിന്. വല്ല കടത്തുന്നതിലും കിടന്ന് എങ്ങനാ മാഷെ ഒന്ന് ഉറങ്ങുന്നത്? പോരാത്തതിന് 4 ചുറ്റും നശിച്ച പട്ടികളാ. നീ എങ്ങാനും ഉറങ്ങിപ്പോയാ നല്ല ഇറക്കിട്ടുണ്ടാണെന്ന് കരുതി കഴിച്ചുകൊണ്ട് പോയാൽ തീർന്നില്ലേ കഥ. അത് നേരം മാഷ് പറഞ്ഞ അവൾ ഉറപ്പായിട്ടും വീട്ടിൽ കയറി. ഒന്നുമില്ലടോ, ഇക്കാര്യത്തിൽ അവൾ എന്നെ അനുസരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഓ പിന്നെ മാഷിന്റെ ഒറ്റ സപ്പോർട്ടിൽ അവൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ പിന്നെ മാഷ് പറഞ്ഞ അവള് കേക്ക്. ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതിൽ ഏറ്റവും സമൃദ്ധിയായ കുട്ടിയായിരുന്നു തന്റെ ഭാര്യ. തന്നോടുള്ള പ്രേമം തലേ കയറിയപ്പോ അവളുടെ പഠനം പോയി. തന്നോടൊപ്പം ഇറങ്ങി വന്നതോടെ കുടുംബവും ബന്ധങ്ങളും പോയി. എല്ലാം ത്യജിച്ചിട്ടും താൻ അവർക്ക് എന്താ തിരിച്ചു കൊടുക്കുന്നത്? കുറെ ദേവോദ്രങ്ങളും തെരുവാക്കലും അല്ലാതെ. ആദ്യം അവൾക്കുള്ളത് ആശ്വാസം അവളുടെ കണ്ടവന്റെ എച്ചിൽ പാത്രം കഴിയിട്ടാണെങ്കിലും അവൾ അതിനെ നന്നായിട്ട് തന്നെ വളർത്തുന്നത്. തന്റെ സമ്പർക്കം അതിനെ കൂടി വഷളാക്കുമോ എന്ന് ഭയക്കുന്ന അവളോട് ഞാൻ എങ്ങനെ അതോ തന്റെ കാര്യം പറയും? മാഷ് പറഞ്ഞ നേരാ. ഞാൻ അവൾക്ക് വേദന മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എന്ത് ചെയ്യാനാ, ഞാൻ ഇങ്ങനായിപ്പോയി. എടോ, പാലാതി നശിച്ച് കുടിയൊന്നും നിർത്ത്. എടോ, ഇങ്ങനെ കുടിച്ച് പെടുത്ത് നശിച്ചു കിടക്കാൻ ആരെ കൊണ്ടാ പറ്റാത്ത? പക്ഷേ 4 ആളെ കൊണ്ട് നല്ലത് പറയിപ്പിക്കാൻ ഇത്തിരി പാടാം. ഞാനിത് നിർത്താൻ പോവാം പക്ഷേ 4 ആളെ കൊണ്ട് നല്ലത് പറയിപ്പിക്കാനല്ല. എന്റെ കുഞ്ഞിനും അവക്കും സന്തോഷത്തോടെ എനിക്ക് ജീവിക്കണം. മനസ്സറിഞ്ഞാ താനീ പറയുന്നെങ്കിൽ താൻ വീട്ടോട്ട് പോകും. ഞാൻ അവളെ വിളിച്ച് പറഞ്ഞു. അതെ രൈസ, ഇതെന്തോ മീനൊക്കെ ആയിട്ട് നീ കുടുംബക്കാരനായ? എന്തുവാണ് ഇത്? മനുഷ്യനെ നന്നാവാൻ സമ്മതിക്കുക. നീ നന്നായ? ആ, ചുമ്മാ ചിരിപ്പിക്കല്ല മനുഷ്യനായിട്ടു. മാഷ് ഒന്നുണ്ട് ഇതുവരെയുള്ള ഉള്ള കോമഡിയൊന്നും മാഷ് വരുന്നു പറയാൻ. എന്താ കവറില് ഒരുപാട് വീടുണ്ടല്ലോ? മാഷറിഞ്ഞില്ലേ രതീഷ് നന്നായി, കുടുംബക്കാരനായി. അതെന്താ രതീഷിന് നന്നായിക്കൂടെ? ഇത്തരം കൂട്ടുകെട്ടുകളാണ് നീ ആദ്യം അവസാനിപ്പിക്കുന്നത്. കാശൊന്നും നോക്കില്ല മാഷെ, ഇത്തിരി മീനങ്ങ് വാങ്ങിച്ചു. കഥവായിട്ടാ നാളെ മുതൽ ഞാൻ ജോലിക്കിറങ്ങാൻ പടമൊക്കെ ഞാൻ അങ്ങ് വീട്ടു. ബംഗാളികൾ വോട്ട് ചെയ്യാൻ പോയിട്ട് വന്നിട്ടില്ല, അതുകൊണ്ട് ഒരുപാട് വേക്കൻസി ഉണ്ട്. അതെ, അതാ നന്നായി. ശരി, അത് വരട്ടെ. കിട്ടിയപ്പോ സമാനമായല്ലോ. പോരെ രതീഷ്, ആ മാഷെ രതീഷ്, ഇരിക്കട്ടോ. നാളെ വലിയ ജോലിക്കിറങ്ങില്ലേ? ഇനി ആരോടും കടം വാങ്ങിക്കാൻ നോക്കണ്ട. എന്തായാലും
നീ മീൻ മേടിക്കാൻ വന്നല്ലേ? പിന്നല്ലാണ്ട് എടാ 150 രൂപയുടെ മീനാണ്, നീ 100 രൂപ തന്നാ മതി. എടാ 150 രൂപയുടെ മീനാണ്, നീ 100 രൂപ തന്നാ മതി ഇന്ന്. എടാ 150 രൂപയുടെ മീനാണ്, നീ 100 രൂപ തന്നാ മതി ഇന്ന്. നിക്ക്. എടാ ഇത് നീ പിടിച്ച് 150 രൂപയുടെ മീനാ, 100 രൂപ മതി ഇന്ന്. ആ പാല് മതി. വിടറാ സിവിലോട്ട്. എടാ വിടറാ.